ഇപ്പോൾ ഡ്രൈവർക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത, AC വെച്ചാലും ഡ്രൈവറുടെ സീറ്റിന് മാത്രം AC ഇല്ലാത്ത കുറേ വണ്ടികളുണ്ട്. അതൊക്കെ ക്രൂരതയാണ്. ഫോഴ്സ് അർബാനിയ ഓടിക്കാണ്. ഇതിൻ്റെ എൻജിനിൽ മാറ്റില്ല. ഇത് 2.6 ലിറ്റർ ടർബോ ഡീസൽ എൻജിൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പവർ ഫിഗറിൽ ഒരു ഇത്തിരി ബമ്പുണ്ട്. 134 HP ആണ് ഈ വണ്ടി, കൂടാതെ 350 ന്യൂട്ടൺ മീറ്ററും. ഈ അർബാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഇത് ഓടിക്കാനായിട്ടേ ഒരു എഫേർട്ടും ഇല്ല. ഇതൊരു കാർ ഓടിക്കുന്ന പോലെ ഓടിക്കുന്നതാണ്. അതായത് എത്ര പുതിയ ആൾക്കും ഈ വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല, പുതിയ ഡ്രൈവറാണെങ്കിലും വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിനൊരു ലക്ഷറി സെഗ്മെൻറ്റ് വണ്ടി എന്നുള്ളൊരു ഫീലുണ്ട്. അതായത് വില 35 ലക്ഷം രൂപയാണെന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ സെറ്റപ്പൊക്കെ അങ്ങനെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഓടിക്കുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിളെല്ലാം റുഡിമെൻ്ററി ആണ്. അതിന് ഗിയർ ഷിഫ്റ്റർ ആവട്ടെ, സ്റ്റിയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടിൽറ്റ് റീച്ചും കാറുകളുടെ പോലെ ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മിറർ ഇല്ല കേട്ടോ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് പല വണ്ടികൾക്കും മിറർ വരുന്നില്ല എന്നാണ് ഫോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കില്ല, കാരണം ഇത്രയും വലിയ വണ്ടിയുടെ ബാക്കിലേക്ക് ആ മിറർ കൊണ്ട് കാഴ്ച കിട്ടാൻ തീരെ സാധ്യതയില്ല എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ ഗിയർ ഇൻഡിക്കേറ്റർ ശരിക്കും പ്രെസൈസാണ്. ഇടയ്ക്ക് ഞാനിപ്പോൾ ന്യൂട്രലിലേക്ക് ആക്കിയപ്പോഴേ ചട്ടയിൽ ന്യൂട്രാവുണ്ട്. പിന്നെ 2-3 ഗിയറൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഗിയർ ഏതിലാണെന്ന് അറിയാനായിട്ടും ബുദ്ധിമുട്ടില്ല. ഇത് എന്തൊരു വലിയ വണ്ടിയാണല്ലേ! ഈ വലിയ വണ്ടിയുടെ ഈ ഒരു വലിപ്പം ഇതിനകത്ത് കയറാനുള്ള എളുപ്പത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ഈ ഒരു ഡോർ തുറക്കാം. ഡോർ തുറന്ന് ചാടി കയറണോ? വേണ്ട, ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി റിട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചവിട്ടിയിട്ട് ഇവിടെ കയറി ഇങ്ങനെ പോവാം. ഓക്കെ, ഇതിനകത്ത് കുറേയധികം സീറ്റുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വരാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡോർ അടയ്ക്കുമ്പോൾ അതങ്ങ് അകത്തേക്ക് പോകുന്നുള്ളതാണ്. വലിയ SUV നമ്മൾ കണ്ടിട്ടുണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാ വണ്ടി? അതെ, ഇത് അർബാനിയ തന്നെയാണ്. പക്ഷേ അർബാനിയയുടെ ഏറ്റവും പുതിയ മോഡലാണ് അർബാനിയ ഡീലക്സ്. ഈ ഡീലക്സ് ആവാൻ മാത്രം എന്താ, അത് ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇതിന് കുറച്ചധികം പ്രത്യേകതകൾ ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം ആദ്യം, എന്നിട്ട് അകത്ത് കയറാം. കാരണം ഇതിനകത്ത് 30 സീറ്റോ 20 സീറ്റോ 17 സീറ്റോ ഇല്ല, 12 സീറ്റേ ഉള്ളൂ. ഇത്രയും വലിയ വണ്ടിക്ക് 12 സീറ്റേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയോ? ഇപ്പോൾ നിങ്ങൾക്ക് ലക്ഷറി സീറ്റ് വെക്കണം, വലിയ സീറ്റുകൾ വെക്കണമെങ്കിലൊക്കെ 12 സീറ്റാണ് നല്ലത്. അപ്പോൾ ഈ ഒരു വലിയ വണ്ടിക്ക് 12 സീറ്റിൻ്റെ ടാക്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വലിയ വലിപ്പവും ചെറിയ ടാക്സുമാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അർബാനിയ ഡീലക്സ്. ഈ വണ്ടി 2 കളറിലാണ് വരുന്നത്, അറിയാലോ. ഒന്ന് ഗ്രേ ആണ്, ഒന്ന് ഈ വൈറ്റാണ്. എനിക്കിതിൻ്റെ വൈറ്റാണ് കാണാൻ ഇഷ്ടം. ഇത് 17 സീറ്റിൻ്റെ വലിപ്പം തന്നെയാണ്. ഇതിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാണാം. അത് 2 പോഡുകളായിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. ഫോഗ് ലാമ്പ് ഉണ്ട്, ബ്ലാക്ക് ബമ്പറാണ്, വലിയ ഗ്രില്ലിൻ്റെ മുകളിൽ അർബാനിയ മുറിച്ച് വെച്ച അർബാനിയ ലെറ്റേഴ്സ് കാണാം. ഓക്കെ, ഈ വണ്ടിയുടെ വലിയ ഗ്ലാസ് ഏരിയയും ഉയർന്നു നിൽക്കുന്ന റൂഫ് ലൈനും ഒക്കെ ഈ വണ്ടിക്കകത്ത് എണിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ഈ വൈപ്പർ ബ്ലേഡിൻ്റെ മുകളിലുള്ള ഈ ചെറിയ നോസിലുകളിലൂടെയാണ് ഇതിൻ്റെ ഗ്ലാസ് വാഷ് ചെയ്യുന്ന വെള്ളം, അല്ലെങ്കിൽ ഗ്ലാസ് വാഷ് ചെയ്യാനുള്ള ആ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സിൽ നമുക്ക് കാര്യമായിട്ടുള്ള ആർഭാടങ്ങളോ അലഭാരങ്ങളോ കാണില്ല. ഓക്കെ, ഒരു ക്ലീൻ ആയിട്ടുള്ള നൈസായിട്ടുള്ള ഒരു ഡിസൈനാണ് അർബാനിയുടെ മുന്നിൽ അല്ലേ. അത് ഡീലക്സിലും വലിയ വ്യത്യാസമില്ലാണ്ട് തുടരാണ്. ഈ വശങ്ങളിൽ ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പിനും അപ്പുറം എന്താ, അത് അലോയ് വീൽസാണ്. ഈ വീല് കണ്ടോ? ഈ വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാറുകളുടേത് പോലുള്ള വീലല്ലേ. 235/65 R16C എന്ന് പറയുന്ന ഈ ഒരു വീലിൻ്റെ ഡിസൈനും അതിൻ്റെ നടുവിലെ ഹബ് ക്യാപ്പിലെ ഫോഴ്സിൻ്റെ ലോഗോയും കാണാം. ഓക്കെ, ഇതിന് കാറുകളുടേത് പോലുള്ള സസ്പെൻഷനാണോ? അത് നമുക്ക് നോക്കാം. എന്തായാലും മുന്നിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇതിൻ്റെ മുന്നിൽ മാത്രമല്ല പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇവിടെ ഈ ഒരു വാൽവ് ക്യാപ്പ് കണ്ടോ? ഇത് കാണുമ്പോൾ ഇതിനകത്ത് TPMS ഉണ്ട് എന്ന് മനസ്സിലാവുന്നില്ലേ? ഇതിനകത്ത് TPMS ഉണ്ട് എന്നുള്ളതാണ്. അർബാനിയയിൽ ഡബിൾ വിഷ്ബോൺ അല്ല, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് മുന്നിൽ. അതുപോലെ പിന്നിൽ ഇതിന് പാരാബോളിക് ലീഫ് സ്വിംഗ് ആണ്. ലോഡ് കയറാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം. പക്ഷേ കംഫർട്ടബിളാണ്. ഞാൻ ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്തിട്ടുണ്ട് കുറേ അധികം. അതായത് ഷിംല ടു നമ്മുടെ ഏതാ സ്ഥലത്തിൻ്റെ പേര്, ചണ്ഡീഗഡ് ടു ഷിംല ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ കാര്യമായിട്ട് കാണാം. പിന്നെ ഇത് 12 സീറ്ററാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ലക്ഷറി സീറ്റ് പണിയുന്നില്ല, ഇതിനകത്ത് അത്ര വലിയ ലക്ഷറി ഒന്നും വേണ്ട, ഈ സാധാ സീറ്റ് മതി, ഇത് കൊള്ളാം എന്നാണെങ്കിൽ ട്രാവൽസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ലഗേജ് സ്പേസ് എമ്പാടുമുണ്ട്. ഈ അർബാനിയയുടെ ഡീലക്സിൻ്റെ പിന്നിൽ അർബാനിയ DX എന്നുള്ള, അല്ലെങ്കിൽ ഡീലക്സ് എന്നുള്ള ബാഡ്ജാണ് കാണുക. ഇതാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ. ഇതവിടെ വയ്ക്കുന്ന ബുഷാണ്. ഓക്കെ, ഇവിടെ ക്ലോസ് ദിസ് ഡോർ ഫസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് തുറക്കുമ്പോൾ ഇതാദ്യവും അടയ്ക്കുമ്പോൾ ഇതാദ്യവുമാണ്. എന്തായാലും ഈ ഡോർ തുറന്നാൽ നമുക്കിവിടെ വുഡനായിട്ടുള്ള ഒരു ഫ്ലോറിങ് കാണാം. ഈ ഫ്ലോറിങ്ങിൻ്റെ
അപ്പുറത്തുള്ള ലഗേജ് സ്പേസ് കണ്ടോ. ഈ ലഗേജ് സ്പേസ് എന്ന് പറയുന്നത് കുറേ എന്ന് പറയുമ്പോൾ ആവശ്യത്തിലധികം ലഗേജ് സ്പേസ് ഈ മോഡലിലുണ്ട്. പർട്ടിക്കുലർലി 12 സീറ്റ് ഈ ഒരു വലിയ വണ്ടിയിൽ. ഇവിടെയാണ് എമർജൻസി എക്സിറ്റ്. അതുപോലെ വേണമെങ്കിൽ ഇവിടെ ലഗേജ് കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ എന്ത് വേണം ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സ്പീക്കറുടെ മുകളിലായിട്ട് കാണാം. ഈ സ്പീക്കർ മുകളിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്തുകൂടെ വരണം. ഈ 2 സ്പീക്കറുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വലിയ സീറ്റുകളായിട്ടുണ്ട് അർബാനയുടെ ഡീലക്സിൽ. അതായത് 1, 2, 3 സീറ്ററാണ്. അതുപോലെ ഈ സീറ്റിൽ നമുക്കിവിടെ ചെറിയ ഫ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടകളുള്ള ഒരു അപ്പോൾസറി കാണാം. പിന്നെ ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് അർബാനയുടെ സീറ്റ് ഡിസൈൻ. വലിയ സീറ്റാണ് ഈ സീറ്റിൻ്റെ അപ്പോൾസറി കണ്ടില്ലേ. അത് മാത്രമല്ല 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് ഓരോ സീറ്റിനും ഉണ്ട്. ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ OCD. വണ്ടി കയറി അപ്പം സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പോൾ ഞാനത് റിക്ലൈൻ ചെയ്തിട്ട്, ഇപ്പോൾ റിക്ലൈൻ ചെയ്താലും അടുത്ത ആളുടെ മടിയിലേക്കൊന്നും പോകണില്ല, സ്ഥലമുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് ഇരിക്കാം. അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ടൊരു ആംറസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വിടുത്തുള്ള, നല്ല കംഫർട്ടോടെ ഇരിക്കാവുന്ന നല്ല ഒരു സീറ്റാണ് പുതിയ അർബാന ഡീലക്സിന്. ഇപ്പോൾ ഈ സീറ്റ് പണിയേണ്ട കാര്യമില്ല, എടുത്ത പോലെ അങ്ങ് ഓടിക്കാം എന്നുള്ളതാണ്. പിന്നെ ഈ സീറ്റിൻ്റെ പിന്നിൽ നിങ്ങൾ നോക്കിയേ, ഈ സീറ്റിൻ്റെ പിന്നിൽ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഒരു കപ്പ് ഹോൾഡർ മാത്രമല്ല, ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സീറ്റിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, അവിടെ സ്പീക്കറും USB പോർട്ടുകളും കാണാം എന്നുള്ളതാണ്. ഇങ്ങനെ കയറിയ സ്ഥിതിക്ക് ഇനി അങ്ങനെ കയറണ്ട, ഞാൻ ഇങ്ങനെ കയറി വരാം. അപ്പോൾ ഈ ഡോർ ഇവിടെ തുറന്നിടാം. ഈ ഡോർ തുറന്നിട്ടാലേ ഞാൻ എന്താണ് കാണിക്കാൻ പോകുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതാണ് അർബാനിയ ഡീലക്സിൻ്റെ ഡ്രൈവർ സീറ്റ്. ഈ സീറ്റ് ഓടിച്ചു വന്ന ഡ്രൈവർ ചേട്ടൻ ഏറ്റവും മുന്നിലേക്ക് ഇട്ടുക, ഞാൻ പിന്നിലേക്കാക്കി. അപ്പോൾ കാറുകളുടേതുപോലെ ഞാൻ പറഞ്ഞില്ല, ഖൂർക്കയുടേതുപോലുള്ള സ്റ്റിയറിംഗ് കാണാം. ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതല്ല, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ക്ലസ്റ്റർ ഡിജിറ്റലായി. അതുപോലെ 9 ഇഞ്ച് സ്ക്രീൻ വന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടരാണ്. ഈ ഗിയർ ലിവർ 5 സ്പീഡ് ഗിയർ ലിവർ, അതുപോലെ ഇവിടെ 12 വോൾട്ട് USB അല്ലെങ്കിൽ ആ ഒരു ഓക്സ് പോർട്ട്, AC കൺട്രോൾസ്, ബാക്കിൽ AC കൺട്രോൾസ് മുകളിലാണ്. അത് മാത്രമല്ല അർബാന എഴുതുന്ന ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് 9 ഇഞ്ച്. ഇതാണ് അർബാനയിലെ 9 ഇഞ്ച് സ്ക്രീൻ. ഓക്കെ, ആവശ്യങ്ങൾ നടക്കുന്ന ഒരു ഓക്കെ, ഈ സ്ക്രീനിൽ നമ്മൾ സാധാരണ കാണുന്ന ആൻഡ്രോയിഡ് യൂണിറ്റുകളുടേത് പോലുള്ള ഒരു സ്ക്രീനാണ്. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള സ്ക്രീനിൽ ഒരു വെഹിക്കിൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്പീഡോ അല്ലെങ്കിൽ ടാക്കോ പോലുള്ള കാര്യങ്ങൾ, പിന്നെ സെറ്റിങ്സിനകത്ത് നമുക്ക് ആവശ്യമുള്ള സെറ്റിങ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ആൻഡ്രോയിഡ് യൂണിറ്റാണ്. നമ്മുടെ കാര്യങ്ങൾ നടക്കുവാനുള്ള ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് എന്ന് പറയുള്ളൂ. ഒരുപാട് ആർഭാടമായിട്ടുള്ള കാര്യമില്ല. റേഡിയോ അല്ലെങ്കിൽ നോ ആക്റ്റീവ് റൂട്ട് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഉണ്ട്, സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ മാപ്പാണ്. പിന്നെ വെഹിക്കിൾ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. സ്വിച്ചുകളൊക്കെ കാണാം. ഈ സ്വിച്ചുകളെ കുറിച്ചൊക്കെ നമ്മളെല്ലാ അർബാനയുടെ വീട്ടിൽ പറയുന്നതുകൊണ്ട് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇതാണ് AC കൺട്രോൾസ് എന്ന് പറയുന്നത്. 35 ലക്ഷം രൂപയ്ക്ക് ഉള്ള വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു AC കൺട്രോൾസ് തോന്നണ്ട. ഇതിലും വില കൂടിയ ഹൈലക്സിന് ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ആ ഒരു ബോട്ടിൽ ഹോൾഡർ എന്ന് പറയുന്നത്. ഇതാണ് ഗിയർ ലിവർ. ഇത് AC വെൻ്റാണ്. ഇവിടെ 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. ഇത് സ്റ്റെപ്പ് ത്രൂ ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇവിടെ പാസഞ്ചർ സീറ്റ് കണ്ടോ. ഈ പാസഞ്ചർ സീറ്റിലും ഇപ്പോൾ USB പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിനും USB വേണമല്ലോ. അത് മാത്രമല്ല ക്ലെവറായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഗ്ലോ ബോക്സ് ലോക്ക് ചെയ്യാൻ പറ്റും. ഫോഴ്സ് അർബാനിയ. ഇതാണ് AC വെൻ്റ്. ഇതാണ് അർബാനിയ ഡീലക്സിൻ്റെ പുതിയ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ ഞാൻ ഓഫ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടി ഓണാക്കാം. താഴെ നിങ്ങൾക്ക് ഓടോ ട്രിപ്പൊക്കെ കാണാം. പിന്നെ ഓണാക്കി കഴിയുമ്പോൾ ഇതിൽ TPMS ഉണ്ട്. അർബാനിയ ഓടിപ്പോകുന്നതും അർബാനയുടെ അനിമേഷനും ഉണ്ട്. ഫ്യൂൽ മീറ്റർ അല്ലെങ്കിൽ ടയർ പ്രഷർ ഓക്കെ, അത് നല്ല ബാസിൽ പറയുന്നുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ മാത്രമല്ല ആഡ് ബ്ലൂവിൻ്റെ കാണാം. ഗിയർ ഇൻഡിക്കേറ്റർ കാണാം. ഈ ഗിയർ ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ സ്പീഡോ എന്ന് പറയുന്ന ഡിജിറ്റലൊക്കെ ആയതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ക്ലസ്റ്റർ മാറ്റമല്ല, ഇതൊരു വലിയ ക്ലസ്റ്റർ ചേഞ്ചാണ്. കണ്ടോ, ഡിസ്പ്ലേ, അതുപോലെ ബ്രൈറ്റ്നസ് ലെവൽ, ഡേറ്റ് ആൻഡ് ടൈം, കോൺഫിഗറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. കോൺഫിഗറേഷനിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ ഇപ്പുറത്ത് ഞെക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, കോൺഫിഗറേഷനിലേക്ക് എത്താം. കാരണം ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കോൺഫിഗറേഷനിൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ TPMS ലേണിംഗ് ആണ്. വണ്ടി ഓടുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അർബാനയുടെ പുതിയ ഡീലക്സിൻ്റെ ക്ലസ്റ്റർ. ഇവിടെ നമുക്ക് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഈ ഡോറിൽ, ഈ ഡോറിൻ്റെ പാഡിൽ വലിയ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഇത് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. പിന്നെ ജീവാഗങ്ങളിലൊക്കെ ഉള്ള പോലെയാണ് പവർ വിൻഡോ അല്ലെങ്കിൽ മിറർ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവോ? ഇല്ല, വലിയ 2 മിററുകളും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പിടിക്കാനുള്ള പിടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിക്കുള്ളിരുന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ച. മൈ ജിമ്നി. ഓക്കെ,
അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് അർബാനയുള്ളത്. ഇതിൻ്റെ വൈറ്റ് 12 സീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, ഗ്രേ 17 സീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീലക്സ് ആയപ്പോൾ എന്താണ് ഒരു ഡ്രൈവർക്ക് വന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവറുടെ ഗുണം എന്ന് പറയുന്നത് ഒരു ഇത്തിരി കൂടി പവർ കിട്ടിയപ്പോൾ കാല് കൊടുത്താൽ ഒന്നുകൂടി ഇങ്ങനെ കയറി പോകുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 80 കിലോമീറ്റർ സ്പീഡിൽ ലിമിറ്റഡാണ് ഈ വണ്ടി. പക്ഷേ നമുക്ക് ആ ഒരു 80 കിലോമീറ്റർ എന്ന് പറയുന്നത് ചാടപ്പടേന്ന് എത്തുന്നതാണ്. അതായത് ഡീസൽ എഞ്ചിനാണല്ലോ, ടോർക്കി ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. ആ ഡീസൽ എഞ്ചിൻ നമ്മൾ ഇതിൻ്റെ ഓഫ് റോഡ് ആയിട്ടുള്ള ഗൂർക്കയിൽ കണ്ടിട്ടുണ്ട്, പല ട്രാവലറിൽ കണ്ടിട്ടുണ്ട്, പല വണ്ടികൾ കണ്ടിട്ടുണ്ട്. അത് ഒരു ഇത്തിരി കൂടി റിഫൈൻഡ് ആയിട്ട് ഒരു ഇത്തിരി കൂടി ശബ്ദവും ലഹളയൊന്നും ഇല്ലാണ്ട് നമുക്കിവിടെ അർബാനയെ കാണാം. ഈ അകത്ത്, അതായത് ഈ വണ്ടിക്ക് അകത്തിരുന്നിട്ടേ നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഇല്ല. കാരണം ഇതിനകത്ത് സൗണ്ട് ലഹളയൊന്നുമില്ല. ഇതിൻ്റെ നോയിസ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതിൻ്റെ AC, എല്ലാ AC ഉണ്ട്, അതായത് ബാക്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ AC ഉണ്ട്. ഇപ്പോൾ AC ഇട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല കൂളാവുന്നുണ്ട് വണ്ടി. നട്ടുച്ചയ്ക്കാണേ, നട്ടുച്ച പറഞ്ഞ സമയം ഇപ്പോൾ 1:30 മണിയാണ്. ഈ 1:30 മണിക്ക് ഈ വണ്ടിക്കകത്ത് AC ഇട്ടിരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണെന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തിയൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അർബാനയുടെ ഗിയർ ഷിഫ്റ്ററാണ്. ഈ ഗിയർ ഷിഫ്റ്റർ എന്ന് പറയുന്നത് കാറുകളുടെ ഇതുപോലെ ചില കാറുകളേക്കാൾ കൃത്യത ഉണ്ട്. അതായത് ചില കാറുകളുടെ വയസ്സന്മാരുടെ പല്ല് ഇളകുന്ന പോലെ ഇളകുന്നല്ലേ, അത് പൊളിറ്റിക്കലി കറക്റ്റാണോ ആവോ, എന്തായാലും ഇതിനങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്ററാണ്. 5 സ്പീഡാണ്. 5 സ്പീഡാണെന്ന് പറയുമ്പോൾ റിവേഴ്സിന് കോളറുണ്ട്. ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന 4ാമത്തെ ഗിയറിലാണ്. 4ാമത്തെ ഗിയറിൽ RPM എന്ന് പറയുന്നത് 1800 RPM-ലാണ്. അപ്പോൾ ഈ വണ്ടിക്ക് എഫിഷ്യൻസി ഉണ്ട് എന്നാണ് ഫോഴ്സ് പറയുന്നത്. 10 കിലോമീറ്റർ വരെ കിട്ടുന്ന ആൾക്കാരുണ്ട് അത്രേ. പക്ഷേ ഫുൾ ലോഡ് വെച്ച് കയറ്റം കയറി ഓടിക്കുമ്പോൾ 10 വേണ്ട എന്നുള്ളതും പറയാം. കാരണം അത്യാവശ്യത്തിന് ഓടിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മൈലേജൊക്കെ മതി. ഒരു 8 to 10 കിട്ടിയാലും ഇത് വൻ വാല്യൂ ആണ്. കാരണം അർബാനയ്ക്ക് വാടക കൂടുതലാണ്. അതായത് നമ്മുടെ വണ്ടി വിളിക്കുമ്പോൾ സാധാരണ ട്രാവലറിനേക്കാളും കിലോമീറ്റർ പൈസ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് എന്ന് പറയുന്നത് ലീസ്റ്റ് ബോദറിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു കംഫർട്ട് നന്നായി തോന്നി. അതായത് സീറ്റ് പണിയേണ്ടതെന്നുള്ളൂ. അപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ചില കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് മേടിക്കുമ്പോഴേ പഴയ കാലത്ത് അംബാസഡർ വന്ന പോലെ ഓക്കെ ബോഡി വെൽഡ് ചെയ്യണ്ട, ശരിയാണ്, പക്ഷേ സീറ്റ് മാറ്റണം, ആംറസ്റ്റ് വെക്കണം, AC കയറ്റേണ്ടി വരും. ഇപ്പോഴും AC ഇല്ലാത്ത വണ്ടികൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്, ഇതിൻ്റെ AC പുറത്തുനിന്ന് കയറുന്ന ആൾക്കാരുണ്ട്. അതാണ് നല്ലത്. എന്താ ജിങ്കി ACയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ACകളൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടേ രജിസ്റ്റർ ചെയ്ത് നേരെ ഓടാം. ഞാനന്ന് ഷിംലയ്ക്ക് പോയ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ചണ്ഡീഗറിൽ നിന്ന് ശരിക്കും ഷിംല വരെ പോയത് അർബാനയില. ഞാൻ നോക്കുമ്പോൾ അർബാനയിൽ ടെമ്പററി രജിസ്ട്രേഷൻ. അപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ സീറ്റ് പോലും കീറരുത്, അല്ലേ, സീറ്റിൻ്റെ പ്ലാസ്റ്റിക് പോലും കീറരുത് പറഞ്ഞു. അതായത് അതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 5-8 മണിക്കൂർ അതിനകത്ത് ഇരിക്കണം. ഞാൻ ആൾ കാണാതെ സീറ്റ് കീറി കളഞ്ഞു, സീറ്റിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കീറി കളഞ്ഞു. എന്നാലും പുള്ളി പറഞ്ഞത് ഇത് പുതിയതുപോലെ എനിക്ക് കുറച്ച് കാലം ഓടിക്കണം. ഞാൻ കിലോമീറ്റർ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയത്. ആ വണ്ടി ഏറെക്കുറെ 5000 കിലോമീറ്റർ ഉണ്ട്. 5000 കിലോമീറ്റർ ആയ ഒരു വണ്ടി ടെമ്പററി രജിസ്ട്രേഷനിൽ ഓടിക്കുന്നത് കണ്ടത് അർബാനയാണ്. അപ്പോൾ എടുത്ത പാടെ ഓടിക്കുന്ന ഒരു വണ്ടി എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് അർബാനയുടെ മോൾ ഭാഗം കാണാൻ മീറ്റർ ക്ലാസ് നോക്കിയാൽ കേട്ടോ, ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് മോൾ ഭാഗത്താണ് കാണിക്കുന്നത്. രസമുണ്ട്. പിന്നെ AdBlue 74% കാണിക്കുന്നത്, പെർസെൻറ്റേജ് ലെവലാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ മീറ്ററും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്ലസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു ഗുണം അതാണ്, ഇതിൻ്റെ ഒരു വിസിബിലിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു എ പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ മറക്കുക അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഒരു ബ്ലൈൻഡ് സ്പോട്ട് തരിക ചെയ്യുന്നില്ല. കാരണം നമുക്കത് നമ്മൾ കണ്ണട വെച്ചാൽ മൂക്ക് കാണില്ല, അല്ലെങ്കിൽ മൂക്ക് എന്തെങ്കിലും കാണില്ല. കണ്ണട വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പ് നമ്മൾ കാണാറുണ്ട് ഇടയ്ക്ക്, ആദ്യം മൂക്ക് വയ്ക്കുമ്പോൾ, പിന്നെ അത് കാണാതാവും. അതൊരു ഫിനോമിനാണ്. അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് പറയുമ്പോൾ ഇതിൻ്റെ ഒരു എ പില്ലർ നമ്മുടെ കണ്ണിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവും എന്നുള്ളതാണ്. അതുപോലെ 2 വലിയ മിററുകൾ കൊടുത്തത് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തത് മാനുവർ ചെയ്യാൻ ഈസി ആയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം, മുകളിലെ മിററുകൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താഴത്തെ മിററുകൾ നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം, വിച്ച് ഈസ് ഓക്കെ. കാരണം അത് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് താഴ്ഭാഗം കണ്ടാൽ മതി എന്നുള്ളതാണ്. വളരെ വലിപ്പം കാരണം മരത്തിൻ്റെ കൊമ്പിന് മുകളിൽ വണ്ടി തട്ടി ആ ഭാഗം തട്ടി. അത് ഉണങ്ങിയ ഒരു കൊമ്പാണ്, കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ ഈ വണ്ടിയുടെ സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്ററും ഡ്രൈവർക്ക് ഫാറ്റീഗ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും വലിയ ഗുണമായിട്ട് തോന്നിയത്. കാരണം ഇപ്പോൾ ഞാനിരിക്കുന്ന ഒരു ഇത്തിരി ലേ ബാക്ക് പോസ്റ്ററിലാണ്. അതായത് എനിക്ക് ക്യാമറയിൽ വണ്ടി വിഷ്വൽ മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു അവസ്ഥ ഞാൻ പൊക്കി വെച്ചിട്ടാണ്, അപ്പം മീറ്റർ ക്ലസ്റ്റർ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഓടിക്കുമ്പോഴും ഇതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടൊന്ന് ഓടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡ്രൈവറുടെ ഒരു കംഫർട്ടാണ് ഒരു വണ്ടിയുടെ സുരക്ഷ. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയായിട്ട് ഊട്ടി പോകണം, അല്ലെങ്കിൽ മൂന്നാർ പോകണം, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഓടിച്ച് വരികയാണ്, അപ്പോഴൊക്കെയും ഡ്രൈവർക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് മെയിൻ. അതായത് ഡ്രൈവറുടെ ഒരു സേഫ്റ്റി ഉണ്ടെങ്കിൽ വണ്ടി സേഫ്റ്റി. ഇപ്പോൾ ഡ്രൈവർക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത, AC വെച്ചാലും ഡ്രൈവറുടെ സീറ്റിന് മാത്രം AC ഇല്ലാത്ത കുറേ വണ്ടികളുണ്ട്. അതൊക്കെ ക്രൂരതയാണ്. പക്ഷേ ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ കാറിൻ്റെ പോലെ ഉണ്ട്. സ്റ്റിയറിംഗ് ഒരു എഫേർട്ടും ഇല്ലാണ്ട്, അതായത് ഒരു സാധാരണ കാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലൈറ്റ്നെസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. പക്ഷേ ഈ പവർ സ്റ്റിയറിങ്ങിന് ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്ങിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ട്ലെസ്നെസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലെ സസ്പെൻഷൻ, ലീഫ് ബാക്കിലാണ്, ഫ്രണ്ടിൽ ലീഫല്ല, ഫ്രണ്ടിൽ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ചാട്ടവും കാര്യങ്ങളും തീരെ ഇല്ല. അതുപോലെ ആ ഒരു വീലിൻ്റെ വലിപ്പം, അതായത് എയർ നിൽക്കുന്ന
ടയറിൻ്റെ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ നല്ലൊരു കുഷിനി എഫക്റ്റ് നമുക്ക് ടയറിൽ തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന വണ്ടിക്കകത്ത് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യമായിട്ട് കാണുന്നത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നത് ഈ ഒരു വണ്ടിയുടെ ഒരു ട്രാവലറൊക്കെ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഡ്രൈവർക്ക് AC വേണം, സ്റ്റിയറിംഗ് ഇത്തിരി കൂടി ഒരു എളുപ്പത്തിൽ ഓടിക്കാറാവണം, സ്റ്റിയറിംഗിൻ്റെ സൈസ് ഇത്തിരി കൂടി ചെറുതാവണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഗൂർക്കയുടെ സ്റ്റിയറിംഗിൻ്റെ സൈസാണ്, അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ക്രീനും അല്ലെങ്കിൽ ക്ലസ്റ്ററൊക്കെ കൂടി വന്നപ്പോൾ ഒരു ലക്ഷറി ഫീൽ നമുക്ക് ഡ്രൈവർക്കും കൂടി കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, യാത്രക്കാർക്ക് ലക്ഷറി ഉണ്ട്, ഡ്രൈവർക്ക് ലക്ഷറി ഇല്ല പറയുമ്പോൾ അതിനോട് നമ്മൾ എതിരാണ്, നമുക്കത് പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും ഡ്രൈവറുടെ ഒരു ഫാറ്റീഗും ഡ്രൈവറുടെ ഒരു കംഫർട്ടുമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചിന്തിക്കുന്ന ആളാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും ബാക്ക് സീറ്റിൽ ഇരിക്കാനോ അല്ലെങ്കിൽ വശങ്ങളിൽ ഇരിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഓടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. മാനുവർ ചെയ്യുമ്പോൾ വേണ്ടില്ല, ഇവിടെ ഈ ഒരു വലിയ വണ്ടി നമ്മൾ മാനുവർ ചെയ്യുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതിന് താങ്ക്സ് പറയേണ്ട മിററുകളോടാണ്. അപ്പോൾ കാല് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കാം. ദേ അർബാനയുടെ തുടക്കക്കാരൻ ട്രാവലർ 4000 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 2.6 കോമൺ റെയിൽ ടർബോ ഡയറക്ട് ഇഞ്ചക്ഷൻ എഞ്ചിന് എനിക്ക് തോന്നുന്നു അത് നല്ലൊരു റേറ്റിംഗ് ആണ്. 350 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ ഒരു 2000 RPM താഴെ തന്നെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് കാല് കൊടുത്ത് ഓടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ഇപ്പോൾ കയറ്റം വലിക്കാനും ഗ്രേഡബിലിറ്റി ആണെങ്കിലും അതല്ലെങ്കിൽ ആളുകളെ കയറ്റിക്കൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് എന്നാണെങ്കിലും ഇപ്പോൾ ഫുൾ ലോഡ് വണ്ടി ആണ് ഓടിക്കാനാണെങ്കിലും ഇതിൽ ചെറിയ ഗിയറുകളിൽ നമ്മൾ ഗിയർ മാറ്റി കളിക്കേണ്ട കാര്യമില്ല, സെക്കൻഡ് ഗിയർ ഇട്ട് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അത്രയും ടോർക്കിയാണ് ഒരു വണ്ടി എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ഗുണമാണ്. അതായത് ഡ്രൈവർമാർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ്, യാത്രക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ്. ഓണേഴ്സിന് മാത്രം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം വില കുറച്ച് കൂടുതലാണ്. നമ്മൾ 2 ട്രാവലർ വാങ്ങുന്ന കാശ് വേണം ഒരു അർബാനെ മേടിക്കുക എന്നുള്ളതുകൊണ്ടുള്ള ഒരു പ്രശ്നം. പക്ഷേ ആ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഫെയറിലും അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഓട്ടത്തിൻ്റെ വില നിലവാരത്തിലും കുറയ്ക്കപ്പെടും എന്നുള്ളതല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഈ അർബാന ഡീലക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ലക്ഷറിയാണ്, കുറച്ചുകൂടി സാധാ അർബാനയേക്കാൾ കുറച്ചുകൂടി ഫാഷനബിളാണ്. എന്ന് വെച്ചാൽ അലോയ് വീൽസ് ഉണ്ട്, അത് നല്ല ഭംഗിയുള്ള അലോയ് വീലാണ്. അതുപോലെ ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് വരുന്നതൊക്കെ അത് മോട്ടറൈസ്ഡ് സ്റ്റെപ്പാണോ. ഞാൻ പറഞ്ഞ ആ റൈഡ് കണ്ടോ, ബാക്കിൽ ലീഫാണെങ്കിലും ഈ റൈഡ് ആ ഒരു കുഷിനി ഫീൽ കണ്ടേ. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വലിയ ട്രക്കുകളിലൊക്കെ ഇരിക്കുന്ന ഒരു കുഷിനി ആ ഒരു ഫീൽ നമുക്ക് ഫ്രണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈ വണ്ടി വാങ്ങാം, 12 സീറ്ററായിട്ട് ഓടിക്കണമെങ്കിൽ ഈ വണ്ടി വാങ്ങാം. ബാക്കിൽ കൂടുതൽ ലഗേജ് സ്പേസ് വേണം. ഇപ്പോൾ മ്യൂസിക് ട്രൂപ്പിനൊക്കെ ഇപ്പോൾ നമുക്കറിയാലോ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകണ്ടാവും. അങ്ങനെ ആകുമ്പോൾ 12 പേർക്ക് ഇരുന്ന് ബാക്കി ലഗേജ് വെച്ച് കൊണ്ടുപോകാനായിട്ട് ഈ വണ്ടി വാങ്ങാം. അപ്പോൾ ഇതിന് ഒരുപാട് പർപ്പസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് ആസ് എ ഡ്രൈവർ ഇത് ഓടിക്കാൻ ഈസിയാണ് എന്നുള്ളതാണ്, കാല് കൊടുത്ത് ചാമ്പാം എന്നുള്ളതാണ്. Front left tire pressure low. കണ്ടോ ആ ഒരു TPMS വിളിച്ചു പറയുന്നത്, ഞാൻ TPMS സെൻസർ കാണിച്ചില്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശരി.